بسم الله الرحمن الرحيم. إلى حضرة روح النبي المصطفى محمد صلى الله عليه وسلم، ثم إلى حضرة روح غوثنا شيخنا شيخ محمد بن الشيخ محمد القادري الجشتي الجاديري رضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആലം തങ്ങൾ പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ ജീവന്റെ ജീവനായ ജാദിയേരി ഷെയ്ഖ് തങ്ങൾ പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ദിവസം മഹാനായ അൽ ഇമാം അൽ ഖുത്ബ് അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹുവിൻ്റെ അൽ യവാഖീത്ത് വൽ ജവാഹിർ എന്ന കിതാബിൽ നിന്ന് ചില അപൂർവ ജ്ഞാനങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. മഹാനവറുകൾ ഈ കിതാബിൽ പ്രധാനമായും മഹാനായ അഷേഖ് അൽ ഖുത്ബ് മുഹിയുദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിൻ്റെ പരിശുദ്ധമായ വചനങ്ങളെ വിശദീകരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയാണ് ഒരർത്ഥത്തിൽ ഈ കിതാബ് രചിച്ചത്. മഹാനവറുകളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനും മഹാനവറുകൾ പറഞ്ഞ വലിയ ജ്ഞാനങ്ങൾ അത് ആധികാരികമായി ഉദ്ധരിക്കാനും വേണ്ടിയാണ്. മഹാനായ ഇബ്നു അറബി തങ്ങൾ റളിയല്ലാഹു അൻഹു, മഹാനവറുടെ വലിയൊരു കഴിവെന്ന് പറയുന്നത് എല്ലാ അമ്പിയാക്കളോടും എല്ലാ ഔലിയാക്കളോടും ഡയറക്റ്റ് സംസാരിക്കാനുള്ള കഴിവുണ്ട് എന്നാണ്. അതായത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കാര്യം ചോദിക്കണമെങ്കിൽ നേരിട്ട് ചോദിക്കും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊരു കാര്യം അറിയണമെങ്കിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നേരിട്ട് ചോദിക്കും. അങ്ങനെ എല്ലാ കഴിഞ്ഞുപോയ അമ്പിയ ഔലിയ എല്ലാവരോടും ഡയറക്റ്റ് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വലിയൊരു കഴിവുള്ള വ്യക്തിത്വമായിരുന്നു മഹാനായ മുഹിയുദ്ദീൻ അറബി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അവർ എഴുതിയ കിതാബുകളാണ് അൽ ഫുതുഹാത്തുൽ മക്കിയ, നമ്മുടെ ഇവിടെയുള്ള നടുവിൽ കാണുന്ന 9 വാള്യങ്ങൾ അൽ ഫുതുഹാത്തുൽ മക്കിയാണ്. അതെല്ലാം പറഞ്ഞാൽ പലതും മനസ്സിലാവുകയില്ല, അതുകൊണ്ടാണ് ആ കിതാബൊന്നും തുറക്കാത്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിന്റെ എല്ലാ അറിവുകളും ഒരുപാട് രചനകളായി പുറത്തു വന്നിട്ടുണ്ട് എന്നർത്ഥം. വലിയ വലിയ രഹസ്യങ്ങൾ. നമ്മളിപ്പോൾ പറയുന്നത് ഇമാം ഷഅറാനി തങ്ങൾ രചിച്ച അൽ യവാഖീത്ത് വൽ ജവാഹിർ എന്ന കിതാബിൽ പറഞ്ഞൊരു സംഭവം, പേജ് നമ്പർ 40. അതിൽ മഹാനായ ഇബ്നു അറബി തങ്ങൾ പറയുകയാണ്, ഖാല ഷെയ്ഖ് മുഹിയുദ്ദീൻ ഇബ്നു അറബി റഹ്മഹുല്ല, മഹാനായ ഇബ്നു അറബി തങ്ങൾ പറഞ്ഞു, വലഖദ് റഅയ്തു വഅന ബൈനൻ നായിമി വൽ യഖ്ലാൻ, ഞാൻ കണ്ടു. ഏതവസ്ഥയിൽ? വഅന ബൈനൻ നായിമി വൽ യഖ്ലാൻ, ഞാൻ ഉറങ്ങുകയല്ല എന്നാൽ പൂർണ്ണമായും ഉണർന്നിരിക്കുകയുമല്ല, ആ അവസ്ഥ. ഊണിനും ഉറക്കിനും മധ്യേ ഞാനൊരു കാഴ്ച കാണുന്നു. അന്നി ത്വായിഫുൻ ബിൽ കഅബ, ഞാൻ കഅബയെ ത്വാഫ് ചെയ്യുകയാണ്. മഅ ഖൗമിൻ ലാ അഅരിഫുഹും, ഞാൻ അറിയാത്ത ഒരു ജനതയോടൊപ്പം, ഒരു വിഭാഗം ആളുകളോടൊപ്പമാണ് ത്വാഫ് ചെയ്യുന്നത്. ഫഅൻഷദൂനി ബൈതൈനി, അവർ എനിക്ക് 2 വരി പാടിത്തന്നു. ഹഫിൽതു അഹദഹുമാ വനസീതുൽ ആഖർ,
രണ്ടിൽ ഒരു വരി ഞാൻ മനഃപ്പാഠമാക്കി, രണ്ടാമത്തെ വരി എനിക്കിപ്പോൾ ഓർമ്മയില്ല. അപ്പൊ ഓർമ്മയുള്ള ആ 2 വരികൾ മഹാനവറുകൾ പറയുന്നു, ലഖദ് തുഫ്നാ കമാ തുഫ്തും സിനീന ബിഹാദൽ ബൈതി തുറൻ അജ്മഈന. നാം തവാഫ് ചെയ്തു, ലഖദ് തുഫ്ന നമ്മൾ തവാഫ് ചെയ്തു, കമാ തുഫ്തും നിങ്ങൾ തവാഫ് ചെയ്തതുപോലെ, സിനീന വർഷങ്ങൾ, ബിഹാദൽ ബൈത്തി ഈ കഅബ ഷരീഫിന് വർഷങ്ങളായി നാം തവാഫ് ചെയ്യുന്നു, തുറൻ അജ്മഈന നാം എല്ലാവരും. വതകല്ലംതു മഅ വാഹിദിൻ മിൻഹും അപ്പോൾ ഒരു സംഘം ഹാജിമാർ അല്ലെങ്കിൽ ഒരു സംഘം കഅബ തവാഫ് ചെയ്യുന്ന ആളുകള്, അവരോടൊപ്പം ഞാൻ തവാഫ് ചെയ്യുമ്പോൾ അവരിൽ ഒരാൾ ഇങ്ങനെ പാടി. അപ്പൊ ഞാൻ അവരിൽ ഒരാളോട് സംസാരിച്ചു. ഫഖാല അപ്പൊ അദ്ദേഹം ചോദിച്ചു, അമാ തഅരിഫുനി നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ടോ? ഇബ്നു അറബി തങ്ങളോട് ആ കൂട്ടത്തിൽ ഒരാൾ ചോദിക്കുന്നു. ഫഖുൽതു ലഹ് ഞാൻ പറഞ്ഞു ഇല്ല. ഫഖാല അന മിൻ അജ്ദാദിക്കൽ ഉവൽ ഞാൻ നിങ്ങളുടെ പഴയകാല വല്ലിപ്പമാരിൽ പെട്ട ഒരാളാണെന്ന്. ഖുൽതു ലഹു അപ്പൊ എന്റെ ചോദ്യം ഞാൻ ചോദിച്ചു, കം ലക മുദു ഇത്ത നിങ്ങൾ വഫാത്തായിട്ട് എത്ര വർഷമായി? ഫഖാല ലി എന്നോട് പറഞ്ഞു, ബിൽഉൻ വഅർബഊന അൽഫി സന. ബിൽഅന ചില്ലറ, അർബഊന അൽഫ് 40,000 സന വർഷം, 40,000-ത്തിലധികം വർഷമായി ഞാൻ മരണപ്പെട്ടിട്ട് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അല്ലാഹു അക്ബർ. സ്വാഭാവികമായും ഇബ്നു അറബി തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഫഖുൽതു ലഹു ലൈസ ലി അബീന ആദം അലൈഹിസ്സലാം ഹാദൽ ഖദ്റ മിന സിനീൻ ഞങ്ങളുടെ വാപ്പ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇങ്ങനെ 40,000 വർഷമൊന്നും പഴക്കമില്ലല്ലോ, എന്നിട്ടാണോ നിങ്ങൾ വല്ലിപ്പ എന്ന് പറയുന്ന ആള് 40,000-ത്തിലേറെ വർഷമായി എന്ന് പറയുന്നത്? ഫഖാല ലി അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, അൻ അയ്യി ആദമിൻ തഖൂൽ ഏത് ആദം നബിയെ കുറിച്ചാണ് നിങ്ങളോട് ചോദിക്കുന്നത്? അൻ ഹാദൽ അഖ്റബി ഇലൈക് ഈ അടുത്ത് വന്ന അവസാനം വന്ന ആദം നബിയെ കുറിച്ചോ, അം അൻ ഗൈരിഹി അല്ലെങ്കിൽ അതിനു മുമ്പ് കഴിഞ്ഞ ആദമിനമാരെ കുറിച്ചോ എന്നൊരു ചോദ്യം. ഇബ്നു അറബി തങ്ങൾ പറയുന്നു, ഫതദക്കർതു ഹദീസ അപ്പോഴാണ് ഞാൻ ഒരു ഹദീസ് ഓർത്തത്. റവാഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. റവാഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പ പറഞ്ഞതായിട്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞ ഹദീസ് ഞാൻ ഓർത്തു. അന്നഹു ഖാല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹു തആല ഖലഖ മിഅതൈ അൽഫി ആദം വല്ലാത്തൊരു ഹദീസാണ്. ഇന്നല്ലാഹു തആല തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല ഖലഖ അല്ലാഹു പടച്ചു മിഅതൈ അൽഫി ആദം 2,00,000 ആദമിനെ. മിഅത്തു അൽഫ് പറഞ്ഞാൽ 1,00,000, മിഅതൈ അൽഫ് എന്ന് പറഞ്ഞാൽ 2,00,000 ആദമിനെ അള്ളാഹു പടച്ചു എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞു. അത് ഇബ്നു അബ്ബാസ് തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആ ഹദീസ് ഇദ്ദേഹം ഇങ്ങനെ എന്നോട് പറഞ്ഞപ്പോ ഞാൻ ഓർത്തു എന്ന് മഹാനായ ഇബ്നു അറബി തങ്ങൾ പറയുകയാണ്. ഫഖുൽതു ഫീ നഫ്സി അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഖദ് യകൂനുൽ ജദ്ദുല്ലദീ നസബനി ദാലിക ശഖ്സു ഇലൈഹി മിൻ ഉലൈക എന്നോട് ഈ 40,000 എന്ന് വർഷം പറഞ്ഞ അദ്ദേഹം ആ ആദമിൽപ്പെട്ട ഏതെങ്കിലും ഒരു ആദമായിരിക്കാം എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു. അതുപോലെ മഹാനായ ഇബ്നു അറബി തങ്ങൾ പറയുന്നു, ഇജ്തമഅതു ബി ഇദ്രീസ് അലൈഹിസ്സലാം ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മ വേണം. മഹാനായ ഇബ്നു അറബി തങ്ങൾക്ക് ഏത് നബിയോടും ഏത് മുർസലിനോടും ഏത് ഷെയ്ഖിനോടും ഏത് വലിയനോടും ഡയറക്റ്റ് സംസാരിക്കാനുള്ള കഴിവുണ്ട്. മഹാനായ ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാമുമായി ഞാൻ സംഗമിച്ചു. ഈ വാഖഅത്തിൻ മിനൽ വഖാഇ ഒരു സംഭവത്തിൽ, അതായത് പലവട്ടം കണ്ടിട്ടുണ്ട്, അതിൽ ഒരു സംഭവമാണ് വിശദീകരിക്കുന്നത്. ഫഖുൽതു ലഹു അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇതിന്റെ വിശദീകരണം. ഇന്നി റഅയ്തു ശഖ്സൻ ഫി തവാഫി ഞാൻ തവാഫ് ചെയ്യുമ്പോൾ ഒരാളെ കണ്ടു. ഫാഖ്ബറനി അദ്ദേഹം എന്നോട് പറഞ്ഞു, അന്നഹു മിൻ അജ്ദാദി എൻ്റെ വല്ലിപ്പമാരിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞത്. ഫസഅൽതുഹു അൻ സമാനി മൗതിഹി അപ്പോൾ ഏത് കാലത്താണ് മരിച്ചു പോയത് എന്ന് ചോദിച്ചപ്പോൾ
ഫഖാലി 40,000 സന, 40,000 വർഷം എന്നാണ് പറഞ്ഞത്. ഫസഅൽതുഹു അൻ ആദം ലിമാ തഖററ ഇൻദനാ ഫി താരീഖി മിൻ മുദ്ദത്തിഹി. അപ്പോൾ നാം അറിഞ്ഞ ഒരു ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ ഫഖാല, അപ്പോൾ അദ്ദേഹം എന്നോട് തിരിച്ചു ചോദിച്ചത് അൻ ഐ ആദമിൻ തസ്അൽ, ഏത് ആദമിനെ കുറിച്ചാണ് ചോദിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ഉണ്ടായത്. ഫഖാല ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാം, അപ്പോൾ മഹാനായ ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു സ്വദഖ ഹാദ ഷഖ്സ്, ആ വ്യക്തി അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. ഇന്നി നബിയുള്ള, ഞാൻ അള്ളാഹുവിൻ്റെ നബിയാണ്. വലാ അഅലമു, ഞാൻ അറിയില്ല, ലിൽ ആലമി, ഈ ലോകത്തിന്, മുദ്ദതൻ യഖിഫു ഇൻദഹാ, ഈ ലോകം ഉണ്ടായിട്ട് എത്ര കാലമായി എന്ന് എനിക്ക് പറയാൻ കഴിയുകയില്ല. കാരണം ഫഇന്നൽ ഖൽഖ മഅൽ അൻഫാസി യതജദ്ദദ്, ഓരോ ശ്വാസങ്ങളോടൊപ്പം അള്ളാഹു സൃഷ്ടികളെ പടച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഫലം യസരിൽ ഹഖു തആല ഖാലിഖ, അല്ലാഹു എല്ലായ്പ്പോഴും ഖാലിഖാണ്. വലാ യസാലു ദുനിയം വആഖിറ, ദുനിയാവും ആഖിറവും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മഹാനായ ഇബ്നു അറബി തങ്ങൾ ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു, ഫഖുൽതു ലഹു യാ നബിയല്ലാഹ് അരിഫ്നി ബിശർത്തി മിൻ അശ്റാത്തിസ് സാഅ, അല്ലാഹുവിൻ്റെ റസൂലേ എനിക്ക് അവസാന നാളിൻ്റെ ഒരു അടയാളം പറഞ്ഞു തരണം. ഫഖാല, അപ്പോൾ ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു വുജൂദു അബീക്കും ആദം അൽ അഖ്റബു മിൻ അലാമത്തിഹാ, ഏറ്റവും അവസാനം വന്ന നിങ്ങളുടെ ബാപ്പയായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം അവസാന നാളിൻ്റെ ഒരു അടയാളമാണ്. അതായത് ആദം എന്ന പരമ്പരയുടെ അവസാനത്തെ കണ്ണിയാണ് നമ്മുടെ എല്ലാം ബാപ്പയായ ആദം അലൈഹി സ്വലാം. അപ്പൊ ഇനിയൊരു ആദം വരാനില്ല. അപ്പോൾ ആ ആദം അലൈഹി സ്വലാത്തു വസ്സലാം അവസാന നാളിൻ്റെ ഒരു അടയാളമാകുന്നു. അല്ലാഹു അക്ബർ. ഇങ്ങനെ അറിവില്ല എന്നുള്ളൊരു അറിവ്, അതൊരു അറിവാണല്ലോ. അപ്പൊ ഇതൊക്കെ തുറന്നാല് ഒരുപാട് അറിവുകൾ അതിൽ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും നമ്മുടെ ജീവന്റെ ജീവനായ ഗൗസുല്ലാഹ് തങ്ങൾ പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ ജീവന്റെ ജീവനായ ജാദിയേരി ശൈഖ് തങ്ങൾ പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.